വർഷം 1981. ഇസ്രായേലിലെ തൻ്റെ നിർബന്ധിത സൈനിക ജോലി കൊണ്ട് ഇദ്ദേഹം നോർവേയിലേക്ക് വരികയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പേര് യോസെഫ് ഗിൽബർഗ് എന്നായിരുന്നു. ചെറിയ ചെറിയ വ്യാപാരങ്ങൾ നടത്തണം, പണം സമ്പാദിക്കണം എന്നൊരൊറ്റ ലക്ഷ്യമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഇനി എന്തിനാണ് പണം സമ്പാദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഉൾക്കാടുകളിലേക്ക് ചെന്നുകൊണ്ട് അവിടം എക്സ്പ്ലോർ ചെയ്യുക. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുണ്ടാവുമെന്ന് പരിചയപ്പെട്ടുകൊണ്ട് അവരെ പുറം ലോകവുമായി ബന്ധപ്പെടുത്തി കൊടുക്കുക. കാടുകളെക്കുറിച്ചും ഗോത്രവർഗക്കാരെക്കുറിച്ചും എഴുതിയിരിക്കുന്ന ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു. ഹെൻറി ചാരിയർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തെ നേരിട്ട് ചെന്ന് കണ്ടുകൊണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായി അറിയണമെന്ന ഒരാഗ്രഹവും ഉണ്ടായിരുന്നു. അങ്ങനെ പണം സമ്പാദിക്കാൻ വേണ്ടി ഇങ്ങേര് ഒരുപാട് കഷ്ടപ്പെടാൻ വേണ്ടി തുടങ്ങി. വീട് പണിയെടുക്കുക, കിണർ കുഴിക്കുക, മീൻ പിടിക്കാൻ പോവുക, അങ്ങനെ എല്ലാവിധ ജോലികളും ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വന്നത് ഒരു മരണവാർത്തയായിരുന്നു. ഒരുപാട് കാലമായി കാണാൻ കാത്തിരുന്ന ഹെൻറി ചാരിയർ എന്ന് പറയുന്ന വ്യക്തി മരണപ്പെട്ടിരിക്കുന്നു. ആ വാർത്ത അദ്ദേഹത്തെ വളരെയധികം തകർത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രമായിരുന്നു, ഉൾക്കാടുകളിലേക്ക് പോകണം. അതിനുവേണ്ടി ചൂതാട്ടം വരെ ചെയ്യാൻ തുടങ്ങി. അതിൽ നിന്നും ഒരുപാട് പണം സമ്പാദിച്ചു. ഒടുവിൽ തൻ്റെ കയ്യിൽ പണമെല്ലാം എത്തിച്ചേർന്നപ്പോൾ സൗത്ത് അമേരിക്കയിലെ വെനിസോ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇദ്ദേഹം എത്തിച്ചേരുകയാണ്. അവിടെയുള്ള ഗോത്രവർഗക്കാരെ കണ്ടുപിടിച്ച് പുറം ലോകവുമായി ബന്ധപ്പെടുത്താനായിരുന്നു ഇദ്ദേഹം ചെന്നത്. പക്ഷെ അപ്പോഴേക്കും ഗവൺമെൻറ് അവരെ കണ്ടുപിടിച്ചു പുറം ലോകവുമായി ബന്ധപ്പെടുത്തിയിരുന്നു. അവിടെ നിന്ന് ലിഫ്റ്റ് അടിച്ചുകൊണ്ട് കൊളംബിയയിലേക്ക് ഇദ്ദേഹം എത്തി. ഇവിടെ വെച്ച് ഇദ്ദേഹം ഒരു അധ്യാപകനായ മാർക്കസ് എന്ന് പറയുന്ന വ്യക്തിയെ പരിചയപ്പെടുകയാണ്. സ്വിറ്റ്സർലാൻഡിലെ അധ്യാപകനായിരുന്നു മാർട്ടാം എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹം ലീവ് എടുത്തുകൊണ്ട് ഇത്തരത്തിലൊരു സ്ഥലം അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കുകയായിരുന്നു. രണ്ടുപേരുടെയും ലക്ഷ്യം ഒന്ന് തന്നെയായിരുന്നു. രണ്ടുപേരുടെയും യാത്ര തുടങ്ങിയിരിക്കുന്നു. ഒടുവിൽ അവർ ഒലിവിയ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേരുകയാണ്. അവിടെ കാൾ എന്ന് പറയുന്നൊരു വ്യക്തിയെ അവിചാരിതമായി പരിചയപ്പെട്ടു. ഇദ്ദേഹം ഒരു ജിയോളജിസ്റ്റ് ആയിരുന്നു. ഇവർ രണ്ടുപേരോടും ഇദ്ദേഹം ഒരു രഹസ്യം പറഞ്ഞു. ആമസോൺ കാടുകളിൽ ആരും അറിയാത്ത നിധി ശേഖരമുണ്ടെന്ന്. കൃത്യമായി അതെവിടെയാ ഉള്ളതെന്ന് അറിയില്ലെങ്കിലും അവിടേക്കുള്ള വഴി തനിക്കറിയാമെന്ന് പറഞ്ഞപ്പോൾ മാർക്കസും ഗിൽബർഗും കൂടി സമ്മതം മൂളുകയാണ്. ഇവര് 3 പേരും കൂടി ആമസോൺ കാടുകളിലേക്ക് യാത്ര തുടങ്ങി. 3 പേരും കൂടി യാത്ര തുടങ്ങി. വളരെ മനോഹരമായ ഒരു യാത്രയായിരുന്നു. ഈ ഒരു അവസരത്തിൽ അവർക്ക് 4മതൊരാളെ കൂടി കിട്ടി. അമേരിക്കൻ ഫോട്ടോഗ്രാഫറായ കെവിൻ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ഇവർക്ക് കിട്ടിയത്. തങ്ങളുടെ ലക്ഷ്യം കെവിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹവും ഇവരെ കൂട്ടത്തിൽ കൂടി. അങ്ങനെ 4 പേരും കൂടി ആമസോൺ ഉൾക്കാടുകളിലേക്ക് യാത്ര തുടങ്ങുകയാണ്. കുറച്ചു ദൂരം മുന്നോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗോത്രവർഗക്കാർ താമസിക്കുന്ന ഒരു സ്ഥലം ഇവർ കണ്ടെത്തി. എന്നാൽ ആ ഗോത്രവർഗക്കാർ എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു, ഉൾക്കാടുകളിലേക്ക് പോവരുത്, നിധി തേടി പോവരുത്, നിധിയുടെ ഭാഗത്ത് പോലും പോകരുത്. എന്നാൽ ഈ 4 പേരും അവരുടെ വാക്കിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് വീണ്ടും ഉൾക്കാടുകളിലേക്ക് യാത്ര തിരിച്ചു. അവരുടെ കയ്യിൽ ആവശ്യത്തിനുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും വെള്ളവും വേട്ടയാടാനുള്ള വസ്തുക്കളും ഉണ്ടായിരുന്നു. എന്നാൽ പതിയെ പതിയെ ദിവസങ്ങൾ കഴിയും തോറും ഇവരുടെ കയ്യിലെ ഭക്ഷണങ്ങളൊക്കെ തീരാൻ തുടങ്ങി. ഒരവസാന ഘട്ടം വന്നപ്പോൾ പാടെ കയ്യിലെ ഭക്ഷണങ്ങളെല്ലാം തീരുകയാണ്. ക്കാൻ വയ്യാതെ ആയപ്പോൾ ഒരു കുരങ്ങനെ വെടിവെച്ചിട്ടുകൊണ്ട് അതിൻ്റെ മാംസങ്ങൾ ചുട്ട് കഴിക്കാൻ തുടങ്ങി. എന്നാൽ കെവിൻ എന്ന ഫോട്ടോഗ്രാഫറിന് അതിനോട് എതിർപ്പായിരുന്നു, അറപ്പായിരുന്നു, വെറുപ്പായിരുന്നു. പിന്നെയും നാളുകൾ കടന്നുപോയി. പലതരത്തിലുള്ള ആഹാരങ്ങൾ അവർ പറച്ചു കഴിച്ചുകൊണ്ടും മൃഗങ്ങളെ വേട്ടയാടിക്കൊണ്ടും അവർ മുന്നോട്ട് തന്നെ പോയി. ദിവസം നടന്നിട്ടും ആമസോൺ കാടുകളിലെ ഉൾഭാഗത്തേക്ക് എത്തിച്ചേരാനായില്ലെന്ന് മാത്രമല്ല ഇവർ പറയുന്ന നിധി കണ്ടെത്താൻ പോലും സാധിച്ചില്ല.
അതുകൊണ്ട് തന്നെ തിരിച്ച് നാട്ടിൽ പോവാമെന്ന തീരുമാനവുമായി 4 പേരും ആമസോൺ കാടിറങ്ങാൻ തീരുമാനിച്ചു. വീണ്ടും അവർ തിരിച്ച് നേരത്തെ കണ്ട ആ ഗോത്രവർഗക്കാരെ സ്ഥലത്തേക്ക് എത്തുകയാണ്. അവിടെ തൊട്ടടുത്തായിരുന്നു ട്വിച്ചി നദി. ട്വിച്ചി നദിയിൽ ഒരു ചങ്ങാടം ഉപയോഗിച്ചുകൊണ്ട് നാട്ടിലേക്ക് പോകാമെന്നായിരുന്നു ഇവരുടെ വിചാരം. അങ്ങനെ ഇവർ 4 പേരും ഗോത്രവർഗക്കാരും കൂടി ചേർന്നുകൊണ്ട് ചങ്ങാട്ടം ഉണ്ടാക്കാൻ തുടങ്ങി. ചങ്ങാട്ടത്തിന്റെ പണി കഴിഞ്ഞപ്പോൾ കാൾ എന്ന് പറയുന്ന വ്യക്തിയും മാർക്കസ് എന്ന് പറയുന്ന അധ്യാപകനും, അതായത് ജിയോളജിസ്റ്റും അധ്യാപകനും കൂടി പറയുകയാണ്, ഈ ചങ്ങാട്ടത്തിൽ ഞാൻ കയറുന്നില്ല, ഞങ്ങൾക്ക് പേടിയാണ്, ഞങ്ങൾക്ക് നീന്താൻ അറിയില്ല, സുരക്ഷിതമായി ഇത് ഞങ്ങളെ നാട്ടിലെത്തിക്കില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ കരവഴി വന്നുകൊള്ളാം. ചങ്ങാട്ടം തുഴഞ്ഞുകൊണ്ട് പരിചയസമ്പന്നനായിരുന്നു കെവിൻ. 2 പേരും ചങ്ങാട്ടത്തിൽ കയറിക്കൊണ്ട് തുഴയാൻ ആരംഭിച്ചു. ഏറ്റവും ഒടുവിലായി അവരെത്തിച്ചേർന്നത് വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലായിരുന്നു. 2 പേരും ഒരുപാട് ശ്രമിച്ചു. എന്നാൽ ഈ റാഫ്റ്റിനെ നിയന്ത്രിക്കാൻ ഇവർക്ക് 2 പേർക്കും സാധിച്ചില്ല. യോസി വെള്ളച്ചാട്ടത്തിലേക്ക് തെറിച്ചു പോവുകയും കെവിൻ എങ്ങനെയോ നീന്തി രക്ഷപ്പെട്ടു കരയിലേക്ക് കയറുകയും ചെയ്തു. ഇത്രയും വലിയ ഉയരത്തിൽ നിന്ന് താഴെ യോസി ഗിൽസ്ബർഗ് വീണെങ്കിലും അദ്ദേഹത്തിന് ഒന്നും സംഭവിച്ചില്ല. അദ്ദേഹം നീന്തി എങ്ങനെയൊക്കെയോ കരയ്ക്ക് കയറി. എന്നാൽ കൈകാലുകളിൽ ചെറിയ ചെറിയ പൊട്ടലും മുറിവുമൊക്കെ ഉണ്ടായിരുന്നു. തൻ്റെ കൂടെ നിധി തേടി പുറപ്പെട്ട് 3 പേരാണ് കൂടെ ഇല്ലാതെയായത്. എന്തു ചെയ്യണമെന്നറിയാതെ പല നിമിഷങ്ങളും മുന്നിലോട്ട് കടന്നുപോയി. എങ്കിൽ തന്നെയും യോസി ആ നദീ തീരത്ത് വഴി നടക്കാൻ തുടങ്ങി. എവിടെയെങ്കിലും വെച്ച് ജനവാസ കേന്ദ്രം കണ്ടെത്താൻ സാധിക്കുമെന്ന ലക്ഷ്യമായിരുന്നു. കാട്ടിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണവും നദിയിലെ വെള്ളവും കഴിച്ചുകൊണ്ട് ദിവസങ്ങൾ കടന്നുപോയി. എത്ര ദൂരം നടക്കാൻ ശ്രമിച്ചിട്ടും എത്തേണ്ട ലക്ഷ്യത്തിൽ ഇദ്ദേഹത്തിന് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല. ശരീരത്തിൻ്റെ വേദനയെ പുറമെ മുറിവുകളൊക്കെ വ്രണം വരാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ പല മുറിവുകളിലും വലിയ വലിയ പുഴുക്കൾ വരാൻ തുടങ്ങി. എത്രയൊക്കെ ശ്രമിച്ചിട്ടും എത്രയൊക്കെ മുന്നോട്ട് നീങ്ങാൻ ശ്രമിച്ചിട്ടും പതിയെ പതിയെ അദ്ദേഹത്തിൻ്റെ കണ്ണടഞ്ഞു നിലത്തേക്ക് വീഴുകയായിരുന്നു. ആ വീണു കിടക്കുന്ന അബോധാവസ്ഥയിലും അദ്ദേഹത്തിന് അറിയാൻ കഴിയുന്ന പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഒരു ബോട്ടിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. തൻ്റെ അടുത്ത് ആരൊക്കെയോ വരുന്നു, ആരൊക്കെയോ തന്നെ എടുത്തു പൊക്കുന്നു, എന്തൊക്കെയോ മെഷീൻ്റെ സൗണ്ട് കേൾക്കാം. ഗിൽസ്ബർഗ് കണ്ണു തുറന്നപ്പോൾ കാണാൻ സാധിച്ചത് ഹോസ്പിറ്റൽ ബെഡിലായിരുന്നു. അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ദിവസങ്ങൾക്ക് മുമ്പ് തൻ്റെ കൈവിട്ടു പോയ കെവിൻ എന്ന ഫോട്ടോഗ്രാഫർ കരയിലേക്ക് നീന്തി കയറിയെങ്കിലും തന്നെ രക്ഷിക്കാനായി ഒരുപാട് മത്സ്യത്തൊഴിലാളികൾ വന്നിരുന്നു. ആ മത്സ്യത്തൊഴിലാളികൾ ഇദ്ദേഹത്തെ നാട്ടിലെത്തിക്കുകയും ചെയ്തിരുന്നു. കെവിൻ പറഞ്ഞാണ് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന 3 പേരെക്കുറിച്ച് ഉദ്യോഗസ്ഥൻ അറിയുന്നതും ഈ ഉദ്യോഗസ്ഥർ അവർക്ക് വേണ്ടി ശക്തമായ തിരച്ചിലുകൾ തുടങ്ങുന്നതും ചെയ്യുന്നതും. അങ്ങനെ തിരച്ചിലിനൊടുവിൽ അവർക്ക് ലഭിച്ചത് ഗിൽബർഗിനെയായിരുന്നു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കെവിൻ ഞെട്ടിക്കുന്ന ഒരു സത്യം അറിയുകയാണ്. കാൾ എന്ന് പറയുന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു, ജിയോളജിസ്റ്റ്. അദ്ദേഹം ഒരു ജിയോളജിസ്റ്റ് ആയിരുന്നില്ല, പകരം ഒരു കുപ്രസിദ്ധ കുറ്റവാളിയായിരുന്നു, ഒരു ക്രിമിനലായിരുന്നു എന്ന സത്യം. എന്നാൽ ഇവർക്കിന്നും കിട്ടാത്ത ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമുണ്ടായിരുന്നു. കരയിലൂടെ നടന്നു വരാമെന്ന് പറഞ്ഞ 2 പേര്, കാൾ എന്ന് പറയുന്ന വ്യക്തിയും മാർക്കസ് എന്ന് പറയുന്ന ഈ വ്യക്തിയും, അതായത് ജിയോളജിസ്റ്റും നമ്മുടെ അധ്യാപകനും, 2 പേരും എവിടെ പോയി? അവരെ എത്രയൊക്കെ അന്വേഷിച്ചിട്ടും ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായിരുന്നു. ഈ അധ്യാപകനും ജിയോളജിസ്റ്റായ ക്രിമിനലും എവിടെ പോയി? യോസി ഗിൽസ്ബർഗ് നാട്ടിൽ തിരിച്ചെത്തിക്കൊണ്ട് തൻ്റെ അനുഭവങ്ങളെല്ലാം പങ്കുവെച്ചുകൊണ്ട് ഒരു പുസ്തകം ഇറക്കിയിരുന്നു. 2018 അതൊരു സിനിമയായി പുറത്തിറങ്ങി. ജംഗിൾ എന്നായിരുന്നു ആ ചിത്രത്തിൻ്റെ പേര്. എങ്കിലും ആ 2 പേര്, കാണാതായ 2 പേര് എവിടെയാണെന്ന ചോദ്യത്തിന് ഇന്നും ഒരു ഉത്തരമില്ല.